സമൂഹ മാധ്യമത്തിലെ വിമർശനത്തിൽ എൻ പ്രശാന്ത് IAS ചാർജ് മെമ്മോ നൽകിയെന്നുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥരെതിരെ പരസ്യ വിമർശനം നടത്തുന്നുണ്ട്. പക്ഷേ സസ്പെൻഷനായ ശേഷവും എൻ പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു. നമ്മുടെ ജനകീയോടത്തിലൊക്കെ വന്നതാണ് പിടിച്ചവൻ. ദീർഘനേരം സംസാരിച്ചാണ്. അപ്പൊ അതിനൊക്കെ ചെറിയ വിമർശനമുണ്ട്. സലീമാർക്കോട് ചോദിക്കാൻ അപ്പൊ ജനകീയ കോടതി വന്നതും പ്രശ്നമായി, ചെറിയ പ്രശ്നമായി. അപ്പൊ അതേ പക്ഷേ നയം വ്യക്തമാക്കാൻ പറ്റി അവിടെ അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആയ കാര്യങ്ങൾ വളരെ ഭംഗിയെ പറഞ്ഞു. ഓക്കെ, അപ്പൊ താങ്ക് യു എൻ പ്രശാന്ത് IAS. അപ്പൊ സലീം മാലിക് സലീം അപ്പൊ നമ്മുടെ ഈ എന്താണ് ജനകീയ ടെലിഫോണിലുള്ളത് ഇഷ്ടം ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറിക്കളഞ്ഞു. അപ്പോ ചാർജ് മെമ്മോ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് പ്രൊസീഡിങ്സിലേക്ക് സർക്കാർ കടക്കുകയാണോ? നമ്മളോട് അടക്കം സംസാരിച്ചത് എന്താണ് എൻ പ്രശാന്തിന് പ്രശ്നമായോ സലീം? SKN ഹാഷ്മി, ഉറപ്പായും ജനകീയ കോടതി ഉൾപ്പെടെ 24-ന്റെ സംവാദ പരിപാടിയിൽ ഉൾപ്പെടെ എൻ പ്രശാന്ത് IAS പങ്കെടുത്തത് അത് സർക്കാർ വലിയ ഗൗരവത്തോടുകൂടി കാണുന്നു. എൻ പ്രശാന്ത് അന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നടത്തിയതും ഒപ്പം തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചതുമെല്ലാം എൻ പ്രശാന്ത് പറഞ്ഞത് തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതിനുള്ള അവകാശം തനിക്കുണ്ട് എന്ന ഉറച്ച നിലപാടോടുകൂടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ സർക്കാർ അദ്ദേഹത്തിന് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചു എന്ന കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ വിമർശനത്തിന് കൂടിയാണ് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ആദ്യം പ്പെടുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ വിമർശനം ആദ്യം താക്കീത് ചെയ്തിട്ടും ആ വിമർശനം തുടർന്നു എന്നൊക്കെയാണ്. അതായത് മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നതുൾപ്പെടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെ പ്രശാന്ത് തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ സസ്പെൻഷൻ, ഗോപാലകൃഷ്ണൻ IAS തന്നെ സസ്പെൻഷൻ ഉണ്ടായതും അതേ കാരണത്താലാണ്. അതിന് പിന്നാലെയാണ് നിലവിൽ ഈ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ട് അംഗീകരിച്ച് സസ്പെൻഷൻ കിട്ടി. അതിന് പിന്നാലെയും സർക്കാർ ആ നിലയിൽ തന്നെ എൻ പ്രശാന്തിനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും IAS ചേരിപ്പോരിൽ എൻ പ്രശാന്ത് നടത്തിയ ഓരോ ഇടപെടലുകളും സർക്കാർ ഇഴകീറി പരിശോധിച്ച് ഓരോ തവണയായി അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹാഷ്മി, SKN. വിവരങ്ങൾ നൽകിയത് സസ്പെൻഷനായ ശേഷം മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകി എന്നതടക്കം കുറ്റമായി സർക്കാർ കാണുകയാണ്. ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നു. നേരത്തെ IAS ചേരിപ്പോരിലെ പരസ്യ വിമർശനം ഫേസ്ബുക്കിലടക്കം ജയതിലകൻ നടത്തിയ വലിയ വിവാദമായിരുന്നു. അതിനുശേഷമാണ് സസ്പെൻഷൻ. അതിനുശേഷം SKN ജനകീയ കോടതിയിൽ വന്ന് വളരെ വിശദമായി തന്നെ സംസാരിച്ചത്. നമ്മളോടാണ് അദ്ദേഹം ആദ്യം അങ്ങനെ ഒരു പരസ്യമായി സംസാരിക്കുന്നത്. സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ ഒളിച്ചുവെക്കലോ മറവില്ലാതെ കാര്യങ്ങൾ വളരെ വിശദമായി ഭംഗിയായി പറഞ്ഞു. അപ്പോഴും നിയമവിദഗ്ധൻ കൂടിയായ എൻ പ്രശാന്ത് പറയുന്നത്, ഞാൻ എൻ്റെ സംസാരിക്കാനുള്ള അവകാശം ഞാൻ വിനിയോഗിക്കുക മാത്രമാണ്. എനിക്ക് നിയമത്തിന്റെ പരിമിതികൾ നന്നായിട്ട് അതിന് പരിമിതികൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതിനുള്ളിൽ നിന്ന് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതൊക്കെ പറയുന്നതും. എന്തായാലും ചാർജ് മെമ്മോയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. LLB പാസ്സായിട്ടുണ്ട്. ഗോൾഡ് മെഡലിസ്റ്റ് എൻ പ്രശാന്ത് IAS. അദ്ദേഹം ഭരണഘടനയിലെ ഏത് വകുപ്പ് ഉപയോഗിച്ചായിട്ടാണ് അദ്ദേഹം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രയോഗിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും ജനകീയ കോടതിയിൽ അദ്ദേഹം നല്ല ക്ലാരിറ്റിയോടെ സംസാരിച്ചു എന്ന്, നിശ്ചിതമായ വാക്കുകളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചു എന്ന് നമുക്ക് അറിയാം. സോഷ്യൽ മീഡിയയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വാരി വിതറുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് മെമ്മോ വരുമ്പോൾ വായിച്ചു നോക്കിയിട്ട് എൻ പ്രശാന്ത് മറുപടി കൊടുക്കട്ടെ, ദ എബവ് അലിഗേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ മറുപടി പറയട്ടെ എന്ന് മാത്രമേ. ശ്രീ പ്രശാന്ത്, ഞങ്ങളെ കൊണ്ട് കുഴി ചാടിച്ചു എന്ന് തോന്നരുത് കേട്ടോ. ഞങ്ങളുടെ ലക്ഷ്യം അതിന്റെ പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിന് അറിയാം. കാരണം ആഷ്മിയുടെ നിശ്ചിതമായ ചാട്ടുടി പോലെ തുറഞ്ഞു കയറുന്ന ചോദ്യങ്ങൾക്ക് നല്ല കൃത്യമായ നല്ല ബുമറാങ് പോലെ ആഷ്മിയുടെ ശരീരത്തിറക്കുന്ന മറുപടിയുമായിരുന്നു അദ്ദേഹം പെരുമാറി. നല്ല പെരുമാറ്റമായിരുന്നു.